അല്ലാഹു പറയുന്നു വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതകും മിൻകും നിങ്ങളിൽ നിന്ന് ഉമ്മത്തുൻ ഒരു സംഘമുണ്ടാകട്ടെ, ഒരു സംഘടനയുണ്ടാകട്ടെ, ഒരു കൂട്ടമുണ്ടാകട്ടെ. അല്ലാഹു പറയാണ് സൂറത്ത് ആലി ഇംറാനിലെ 104-ാമത്തെ അധ്യായം അതേ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ നിന്നൊരു സംഘമുണ്ടാകട്ടെ. യദ്ഊന അവരെ പണി എന്താണ്? പിരിവടിക്കലല്ല. അവരുടെ പണി എന്താണ്? പിരിവ് 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 പറഞ്ഞു നടക്കലല്ല. യദ്ഊന അവര് ക്ഷണിക്കലാണ്. അവര് ക്ഷണിക്കട്ടെ ഇലൽ ഖൈരി നന്മയിലേക്ക്. മോനെ കള്ള് കുടിക്കല്ല, മോനെ കഞ്ചാവ് വലിക്കല്ല, മോനെ മുടി നീട്ടി നടക്കല്ല, മുടി ക്രോപ്പാക്കല്ല എന്ന് പറയുന്നൊരു സമൂഹം, എന്ന് പറയുന്നൊരു കൂട്ടം നിങ്ങൾ ഉണ്ടാവട്ടെ. ഇലൽ ഖൈരി നന്മയിലേക്ക്, നന്മയിലേക്ക് വിളിക്കുന്നൊരു കൂട്ടമുണ്ടാകട്ടെ. മോനെ പള്ളിയിലേക്ക് തറാവീഹിന് വാ, ഹദ്ദാദിന് വാ, അതേ സലാത്ത് ഹൽഖത്ത് വാ, നല്ല മജ്ലിസിന് വാ, അതേ മഹദറത്തുൽ ബദരിയക്ക് വാ, മജ്ലിസുൻ നൂറിന് വാ, നല്ല നല്ല മജ്ലിസിലേക്ക് വാ. മോനെ സിയാറത്ത് പോകുന്നുണ്ട് വാ, നമ്മക്കൊന്ന് സിയാറത്ത് പോകാം എന്നിങ്ങനെ പറഞ്ഞ് നല്ലതിലേക്ക് ക്ഷണിക്കുന്ന, നല്ലതുമായി ബന്ധപ്പെടുന്ന, നല്ലതിലേക്ക് നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്ക് വിളിക്കുന്നൊരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫി നല്ലതിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം വയഅ്മുറൂന ബിൽ മഅറൂഫി നല്ലത് കൽപ്പിക്കുകയും ചെയ്യുന്നു, നല്ലത് കൽപ്പിക്കുകയും ചെയ്യുന്നു. അവരെ പണി എന്താ? നല്ലതാണ് കൽപ്പിക്കുന്നത്, നല്ലത് പറഞ്ഞു കൊടുക്കുന്നു, നല്ലവരുമായി കൂട്ടുകൂടാൻ പറഞ്ഞു കൊടുക്കുന്നു, നല്ലത് മാത്രം അവരോട് ഉപദേശിക്കുന്നു. വയൻഹൗന അവരെ വിരോധിക്കുകയും ചെയ്യുന്നു. അനിൽ മുൻകരി തെറ്റായ കാര്യങ്ങളിൽ നിന്ന്. മോനെ അങ്ങോട്ട് പോകല്ല, മോനെ ഇങ്ങോട്ട് പോകല്ല, മോനെ അങ്ങോട്ട് നോക്കല്ല, മോനെ ഇങ്ങോട്ട് നോക്കല്ല, അത് കാണല്ല, അത് പോകല്ല, അത് ചിന്തിക്കല്ല, അതിലേക്ക് പോകല്ല, അക്കൂട്ടത്തിന് കൂടല്ല, ഇക്കൂട്ടത്തിന് കൂടല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു സമൂഹം, ഒരു കൂട്ടം, ഒരു സംഘം ഉണ്ടാവട്ടെ. വയൻഹൗന അനിൽ മുൻകർ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിരോധിക്കുന്ന, അതേ ആരെങ്കിലും ലഹരിക്കടിമപ്പെട്ടു പോയാൽ, ആരെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, തെറ്റിലേക്ക് വഴുതി വീണു പോയാൽ അവനെ സമൂഹ മധ്യത്തിൽ വഷളാക്കലല്ല, അവനെ യൂട്യൂബിൽ വഷളാക്കലല്ല, അവനെ ഓൺലൈനിൽ വഷളാക്കലല്ല, അവനെ പരസ്യമായിട്ട് തേജോവധം ചെയ്യുന്ന പണി ഇസ്ലാമിലില്ല, ഇസ്ലാമിലില്ല. അവനെ നന്നാക്കണ പണിയാണ് ഇസ്ലാമിലുള്ളത്. കള്ള് കുടിക്കുന്നവൻ, അതേ ഷീട്ട് കളിക്കുന്നവൻ, അതേ വ്യഭിചാരം ചെയ്യുന്നവൻ സുബ്ഹാനല്ലാഹ് നന്നാകണമെന്ന് ചിന്തിച്ച് പള്ളിയിലേക്ക് വരുമ്പോ, നന്നാകണമെന്ന് ചിന്തിച്ച് നമ്മളിലേക്ക് വരുമ്പോ അവനെ മാറ്റി നിർത്തണ്ട, അവനെ കളിയാക്കണ്ട, അവനെ പരിഹസിക്കണ്ട. പക്ഷേ മോനെ അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചാൽ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചാൽ, അതേ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന, അതേ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന, അതേ തസ്ബീഹ് മാല 24 മണിക്കൂറും പിടിച്ചു മറിക്കുന്ന, നമ്മളെക്കാൾ ഏറ്റവും നല്ല ആള് രാജാതി രാജാവായ ഖാലിഖായ റാസിഖായ റബ്ബിന്റെ അരികത്ത് ഇന്നലെ വരെ കള്ള് കുടിച്ചവൻ, ഇന്നലെ വരെ ഷീട്ട് കളിച്ചവൻ, ഇന്നലെ വരെ അതാ ലഹരി നുണഞ്ഞവൻ, അദ്ദേഹം ഇന്നലെ രാത്രി പറ്റാപ്പാതിര നേരത്ത് കുറ്റാക്കൂരിരുട്ടില് മനസ്സിന് മാറ്റമുണ്ടായി, മനസാന്തരമുണ്ടായി, തൗബ ചെയ്ത് അല്ലാഹു സ്വീകരിച്ചാൽ അവനായിരിക്കും റബ്ബിന്റെ അരികത്ത് ഏറ്റവും വലിയവൻ. കാരണം എന്തേ? കാരണം ഞാനും നിങ്ങളും അയാളെ
കുറ്റം പറഞ്ഞു, ഞാനും നിങ്ങളും അയാളെ പരിഹസിച്ചു, ഞാനും നിങ്ങളും അയാളെ കളിയാക്കി. പൊരുത്തപ്പെടിച്ചില്ല, പൊരുത്തപ്പെടിച്ചില്ല. അതല്ലേ പറയുന്നത്, നല്ലത് കൽപ്പിക്കുകയും തെറ്റിൽ നിന്ന് വിരോധിക്കാൻ വേണ്ടി മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംഘം. കൂട്ടർ, ഏത് കൂട്ടർ? ഈ കൂട്ടർ നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അല്ലാഹ് നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ ജമാഅത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. നല്ലത് കേൾക്കാൻ ജനങ്ങളെ ക്ഷണിക്കുക, നല്ലവരുമായി ബന്ധപ്പെടാൻ ജനങ്ങളെ ക്ഷണിക്കുക, നല്ലത് കാണാനും നല്ലത് പ്രവർത്തിക്കാനും ജനങ്ങളെ ക്ഷണിക്കുക. അതിന് കൂട്ടം കൂടുക, അതിന് സംഘം ചേരുക. തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ഏത് ഭാഗത്തുനിന്ന് വന്നാലും അതിൽ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്ന ആരുണ്ടോ? അവരാണ് വിജയികൾ, അവരാണ് A+ വാങ്ങിയവർ, അവരാണ് A ഗ്രേഡോടുകൂടി പാസ്സായവർ, അവരാണ് വിജയിച്ചവർ. പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളംബരം ചെയ്യുന്നു. അല്ലാഹു തആല ഖുർആനിലൂടെ സൂറത്ത് ആൽ ഇംറാനിലൂടെ നമ്മളോട് പറയുമ്പോ, നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കള് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകള്, ആ മരുമകൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരത്തുന്നതിന് പകരം ആ മരുമകളോട് നല്ലതുപോലെ ഉപദേശിച്ചിട്ട്, മോളെ കറി വെക്കേണ്ടത് ഇങ്ങനെയാണ്, കഞ്ഞി വെക്കേണ്ടത് ഇങ്ങനെയാണ്, മീൻ മുറിക്കേണ്ടത് ഇങ്ങനെയാണ്, അടിച്ചു വാരേണ്ടത് ഇങ്ങനെയാണ്, സംസാരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റ് തിരുത്തിക്കാനും നല്ലത് ഉപദേശിക്കാനും ആരുണ്ട് തയ്യാറ്? ആരുണ്ട് തയ്യാറ്? അവരാണ് വിജയികൾ. മറിച്ച് മരുമകളുടെ കുറ്റം അന്യ വീട്ടിൽ പോയി അടുത്ത വീട്ടിൽ പോയി വിളമ്പുന്നതിന് പകരം, രണ്ടോ മൂന്നോ മക്കളുണ്ട്, 3 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. ഒരു മകന് നല്ലപോലെ പണിക്ക് പോകുന്നു, രണ്ടാമത്തെ മകനും പണിക്ക് പോകുന്നു, 3ാമത്തെ മകൻ പണിക്ക് പോകുന്നില്ല. എന്നാലോ ഉമ്മ ഉപ്പ മാതാപിതാക്കളെ ആ മകന്റെ കുറ്റം പറയുന്നതിന് പകരം ആ മകനോട് ഉപദേശിക്കലാണ് അഭികാമ്യം. പരിശുദ്ധ ഖുർആൻ ആ മകൻ ഒരു പക്ഷേ ലഹരിയുണ്ടോ, ആ മകൻ ഒരു പക്ഷേ സിസർ വലിക്കുന്നുണ്ടോ, ആ മകൻ ഒരു പക്ഷേ കൂട്ടുകെട്ട് മോശമാണോ, എന്നാൽ എന്ത് വേണം? ആ മകനോട് നല്ലത് പറഞ്ഞ് ഉപദേശിക്കണം. നിങ്ങൾക്ക് കഴിയില്ലേ? നല്ലത് പറയാൻ പറ്റിയ ആളുകളെ നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് അയാളെ കൊണ്ട് ഉപദേശിപ്പിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. എന്നിട്ട് തെറ്റായ വഴിയിൽ നിന്ന് ആ മകനെ നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരണം. മരുമകളെ കൊണ്ടുവരണം, മക്കളെ കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഏതെങ്കിലും ഒരു പെൺമകൾ, അതേ പെൺകുട്ടി സ്വന്തം പെൺകുട്ടി, സ്വന്തം മതാ ആ പെൺകുട്ടി തെറ്റായ റൂട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഉമ്മ ആരും ചിന്തിക്കണ്ട, എന്റെ മകളെ പോകുന്നില്ലെന്ന് ആരും ചിന്തിക്കണ്ട. നിങ്ങൾ കണ്ടില്ലേ 3-4 ദിവസം മുമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയ 2 കുട്ടികൾ ബോംബെയിലെത്തിപ്പോയി. അല്ലാ, ബോംബെയിലെത്തിപ്പോയി. അതേ, എങ്ങനെ എത്തി? മുഹമ്മദ് അസ്ലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടിട്ട് അതേ കമ്പനിയായിട്ട് യാത്ര ചെയ്തതല്ലേ, യാത്ര ചെയ്തതല്ലേ. പോലീസ് പിടിച്ചതാ. ചോദ്യം ചെയ്തപ്പോൾ ആ മക്കള് പറഞ്ഞത്, ഞങ്ങളെ വീട്ടിലേക്കില്ല, ഞങ്ങളെ വീട്ടിലേക്കില്ല. രക്ഷിതാവ് പറയുന്നു, എന്റെ മകൾ പോകുമെന്ന്
ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും മക്കളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? എന്റെ മകൾ അതിന് പോകൂല, എന്റെ മകൾ അത്രക്കാരിയല്ല, എന്റെ മകൻ അത്രക്കാരനല്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാ, വിഡ്ഢികളുടെ സ്വർഗത്തിലാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബോംബെയിലെത്തിയിട്ട് രാജസ്ഥാനിലും പകൽപൂരിലും അതേ ഡൽഹിയിലും സുബ്ഹാനല്ലാഹ് അഹമ്മദാബാദിലും എത്തിയിട്ട് അത് പോലീസിനെ കൊണ്ട് പിടിച്ചു കൊണ്ടുവരിപ്പിക്കേണ്ട ഗതികേട് വരുന്നതിന് മുമ്പ് നമ്മളുടെ മക്കളുടെ നിയന്ത്രണം, നമ്മളുടെ മക്കളുടെ എങ്ങോട്ടാണ് പോകുന്നത്, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, എന്താണ് കാണുന്നത്, മൊബൈലിൽ എന്താണ് കേൾക്കുന്നത്, മൊബൈലിൽ എന്താണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ള ബോധം രക്ഷിതാക്കൾക്കില്ലേ, ഉമ്മമാർക്കില്ലേ, വാപ്പമാർക്കില്ലേ? വെറും ഡ്രസ്സും വാങ്ങിക്കൊടുത്ത് വെറും കഴിക്കാൻ വിഭവസമൃദ്ധമാകുന്ന ഭക്ഷണപാനീയങ്ങളും നൽകി 100 രൂപ ചോദിക്കുമ്പോൾ 500ന്റെ നോട്ടെടുത്ത് കൊടുത്തിട്ട് ഏതെങ്കിലും കോളേജിലേക്ക്, ഏതെങ്കിലും ക്യാമ്പസിലേക്ക് നിങ്ങളങ്ങ് വിട്ടാൽ, ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കിയാൽ തിരിച്ചു വരുന്നത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് നിങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ നിന്റെ മകനതാ ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് വീട്ടിന്റെ മുന്നിൽ നിന്ന് നിൽക്കുന്ന രംഗം കണ്ട് ആർത്തട്ടഹസിച്ച് ബോധം കെട്ട് വീണിട്ട് കാര്യമില്ല ഉമ്മ, കാര്യമില്ല വാപ്പ, കാര്യമില്ല പെങ്ങളെ. അതുകൊണ്ട് മടങ്ങണേ, ഉപദേശിക്കണേ, ഉപദേശിക്കണേ. വയഅ്മറൂന ബിൽ മഅറൂഫ്, വയഅ്മറൂന ബിൽ മഅറൂഫ്, നല്ലതുകൊണ്ട് കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, തെറ്റായ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിക്കണം. അക്കൂട്ടരാരാ? വിജയികളാണ് കേട്ടോ, വിജയികളാണ് കേട്ടോ. പരിശുദ്ധ റമദാനിലെ റഹ്മത്തിന്റെ 10 വിട പറയുന്ന ഈ സുന്ദരമായ നിമിഷത്തില്